അച്ഛനോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. കേട്ടപ്പോഴും അദ്ദേഹം ഓക്കെ പറഞ്ഞു. ആള് വലിയ സന്തോഷത്തില്ല. ഐ ആം ഓൾസോ ഹാപ്പി. തന്നോടൊരു കാര്യം ചുമ്മാ ചോദിക്കാമെന്ന് വിചാരിച്ചു വന്നാ. രാജേഷ് കുമാറിനെ അറിയാവോ? എൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിച്ച. ഞങ്ങൾ തമ്മിൽ കാണുമ്പോഴൊക്കെ വലിയ വഴക്കായിരുന്നു. നിന്നെ ഇഷ്ടമാണെന്നും നിനക്ക് അവനെ ഇഷ്ടമാണെന്നും പറഞ്ഞു. സത്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും തന്നോടൊന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു 5 ദിവസം എനിക്ക് അവനെ അറിയാം. വാട്ട് യു സേ? അതെ, രാജീവ് ഫ്രം അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നേ. ഞാൻ നീയാണെന്ന് വിചാരിച്ച് അവനോട് സംസാരിച്ചു, ഇടപഴകി. ഇപ്പൊ അത് സത്യമല്ലെന്നറിഞ്ഞോ? ഞാൻ അപ്പോഴേ അവനോട് സംസാരിക്കാറില്ല. അതിനുശേഷം 2-3 പ്രാവശ്യം എന്നോട് സംസാരിക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ ഞാൻ വേണ്ടിയില്ല. അവൻ ഞാനാണെന്ന് പറഞ്ഞു വന്നു. ബട്ട് ഞാൻ വരികയാണെന്ന് അവനെങ്ങനെ? നമ്മൾ രണ്ടുപേരും. രാജീവ്, ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട. ഞാൻ അവനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ പ്ലീസ്, ഹി ഡസന്റ് മീൻ എനിത്തിങ് ടു മീ. ഐ അണ്ടർസ്റ്റാൻഡ്. ഇന്നവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്താ പറഞ്ഞെന്നറിയോ? പെട്ടിയും കിടക്കെടുത്ത് വേഗം സ്ഥലം വിട്ടോളാം. രാജേഷിന് രാജീവാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. മെയിലിൽ അവൻ നിന്നെ ശല്യം ചെയ്യില്ല. നീ രാജീവാ? രാജീവ് ഫ്രം അമേരിക്ക? നീ അമേരിക്ക കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അമേരിക്കയുടെ മാപ്പ് എങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പൊ പ്രൂവായില്ലേ നീ വെറൊരു ലോക. 2 വർഷം മുമ്പ് നമ്മൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം തീർന്നതാ. ഇപ്പൊ വീണ്ടും പുതിയൊരെണ്ണം തുടങ്ങാൻ പോവാ. പക്ഷെ ഈ തവണ എന്റെ സൈഡിൽ നിന്ന് അടിയും പിടിയും ഒന്നും ഉണ്ടാവില്ല. നിനക്ക് എവിടെ അടിച്ച വേദനിക്കുമെന്ന് എനിക്കറിയാം. ജോണി, വരുന്ന സൺഡേ രാജേഷ് സാമ്പൂൽ എന്നീ ഞാൻ വെഡ്സ് റീന ജോസഫ്. ആദ്യത്തെ ഇൻവിറ്റേഷൻ നിനക്ക് തന്നെയാ. എന്താന്ന് വെച്ചാ നീ എൻ്റെ ചേട്ടനല്ലേ. ആരും വരാതിരിക്കരുത്. Hi. Any call for me? 1 second. Did Mr. Misra call? No, but somebody is waiting for you. Me? നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ നിന്റെ കൂടെ ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്ലീസ്, ഇവിടെ നിന്ന് പോവാമോ? റീന പ്ലീസ് റീന, ഞാൻ പറയുന്നൊന്ന് കേക്ക് റീന പ്ലീസ്. ഞാൻ പറഞ്ഞു ചെയ്തതെല്ലാം തെറ്റ് തന്നെ. റീന പ്ലീസ്, റീന ഞാൻ പറയട്ടെ. റീന പ്ലീസ്. നിന്നോട് നുണ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ആ വഴി തോന്നിയുള്ളൂ. എൻ്റെ മുമ്പിൽ മറ്റു വഴിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എന്നെ സ്നേഹിക്കണം, എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. എത്ര തവണ ഞാൻ സോറി പറഞ്ഞു.